ആസിഫ് ടോക്കിംഗ് അബൌട്ട് ഫസി. ഈ നായിൻ്റെ ഇവനെന്തിനാണ് ഫസിനെ കുറിച്ച് സംസാരിക്കുന്നത്? എന്തിനാണ് ഫസിനെ കുറിച്ച് സംസാരിക്കുന്നത്? അവിടെ ഇവനെ ഞാൻ ബാണ്ടാന്ന് വെച്ചിട്ട് എടാ നേരത്തെ ഞാൻ ഇവനോട് സംസാരിച്ച ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ അത്രയും നല്ലതിൽ സംസാരിച്ചത്. ഇനി ആ മര്യാദ ഞാൻ കാണിക്കൂല കേട്ടോ, ഇനി ആ മര്യാദ ഞാൻ കാണിക്കൂല. പിന്നെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ഇവിടെ അന്തസ്സായിട്ട് ലോജിക്കുള്ള കാര്യം ഇവിടെ പറയുന്നതാ. ഓക്കെ, തൊപ്പി വാണം വിട്ടാ തൊപ്പിയുടെ മാസ്. ഓ എന്റെ പൊന്നു എന്ത് മാസമായിട്ടാണ് വാണം വിടുന്നത്. ഓ എന്റെ പൊന്നു തൊപ്പിയുടെ മാസ്. സ്പെഷ്യൽ ക്ലാസ്സിൽ ലഞ്ച് ബ്രേക്ക് കിട്ടുമ്പോഴാണ് ഈ മൈരന്മാര് ചെന്ന് തൊപ്പിനെ പൊക്കുന്നത്. വരത്തില്ല ബ്രോ, ഞാൻ ഇപ്പൊ മാസം കാണിക്കണം. വരത്തില്ല. നീയൊക്കെ ഇത്രയേ ഉള്ളൂ ബ്രോ. നിന്റെയൊക്കെ സ്ക്രിപ്റ്റ്, നിന്റെയൊക്കെ ഒറിജിനൽ കാര്യം ആരെങ്കിലും കുറെ ഗെയിമിംഗ് സ്ട്രീമേഴ്സിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവനാ ഞാൻ ചത്താലും എന്റെ ലൈഫിൽ നിനക്ക് നിന്റെ ലൈഫിൽ ഞാൻ തിരിച്ചു വേണ്ട. അതല്ലേ അന്തസ്, അതല്ലേ ആണത്തം. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇപ്പൊ ഇപ്പോഴും നീ എന്റെ ലൈവ് കാണേണ്ടത് തൊപ്പി. എനിക്ക് നല്ല നീ ആണത്തുള്ളവനാണ്. ലൈവ് ഒന്ന് ഇൻവൈറ്റ് വാ ബ്രോ. എടാ നിനക്ക് അരമണിക്കൂർ ഞാൻ നിന്റെ കുണ്ടി കയറ്റി തന്നല്ലേ, നിനക്ക് മതിയായിട്ടില്ല? നിനക്ക് ഇനിയും വേണം? എടാ നീ ചരക്കല്ലടാ, അതിനെ കണ്ട ആരണ വാഴം വിടാത്ത മയിര്. ഞാൻ ലൈവിലേക്ക് കേറിയിട്ടും എടാ മയിര്. ഇവന്റെ 1K വാച്ചിങ് ഉണ്ടായിരുന്നു, 5K ആയി, 10K ആയി. എടാ നിന്റെ ട്രിക്ക് കൊള്ളാട്ടോ ആസിഫേ. നീ എന്നെ നിന്റെ ലൈവ് കൊളയെ പേപ്പിച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് കൊണ്ട് നീ ഫസീന്റെ കാര്യം നിന്റെ ലൈവിൽ വന്നിട്ട് പറയേണ്ട കാര്യമില്ല. ആടാ മുത്ത പെയിനാടാ മുത്ത, മനസ്സിലാക്കടാ മുത്ത പെയിനാടാ. എടാ ഞാൻ ഇത്ര സമയം ഞാൻ യൂട്യൂബ് ലൈവില് നിന്നോട് സംസാരിച്ചത് നിന്റെ ഇതൊക്കെ നമ്മൾ അരമണിക്കൂർ നമ്മൾ സംസാരിച്ച്. ഓക്കെ, അരമണിക്കൂർ ഞാൻ നിനക്ക് സ്പേസ് തന്നു യൂട്യൂബില്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നീ ഇവിടെ വന്നിട്ട് നിന്റെ ഇൻസ്റ്റാ ലൈവിൽ കയറിയിട്ട് ഫസീനെ കുറിച്ച് ഉണക്കുന്നത് ശരിയല്ലടാ. മുത്തേ ഞാൻ ഉള്ളതുള്ള പോലെ പറയാം. എടാ ഞാൻ ഉള്ളതുള്ള പോലെ പറയാം ആസിഫ. ഞാൻ കാര്യം പറയാം. ഞാൻ ഇത്ര സമയം യൂട്യൂബ് ലൈവിൽ നിന്നോട് ഫുള്ള് ചൂടായി ഇതിലാണ് സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഈ ഫസീന്റെ കേസ് എന്ന് പറഞ്ഞാൽ അല്ല, ഫസീന്റെ കേസ് അല്ല, നീ എന്റെ ഉള്ളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എടാ ഞാൻ പറയട്ടെ, സ്കിപ്പ് എടാ നിൽക്കുക, സ്കിപ്പ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇവനോട് സംസാരിക്കാം. 2 മിനിറ്റ് ഓക്കെ, 2 മിനിറ്റ് ആക്കാം. ഓക്കെ പറ. എടാ നീ എന്തേലും ചെയ്യടാ, ഇതിലെന്തിനാ എന്നോട് പറയുന്നത്? നീ എന്തേലും ചെയ് ബ്രോ. എടാ നിനക്ക് ഗേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണേ, നീ ഗേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് എന്തിനാ എന്നോട് പറയുന്നത്? ഇതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ഇവിടെ വന്നതെന്തിനാ അറിയോ? നീ ഫസീന്റെ എന്റെയും കേസ് ഇവിടെ സംസാരിച്ച് അത് സംസാരിക്കാൻ പറ്റൂല. എനക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ നിനക്ക് നീ ഗേൾഫ്രണ്ട് ശരിക്കും നിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു അപ്പോ? ആണല്ലോ പിന്നെന്താ നിനക്ക് പ്രശ്നം? നിന്റെ ഗേൾഫ്രണ്ട് അല്ല, അതെല്ലാരോടും എങ്ങനെ എന്ത് ഇമേജാ പോയെ? ഒന്ന് പറഞ്ഞ എന്ത് ഇമേജാ പോയെ? ആണ്
ആണ് മിണ്ടാണ്ട് കച്ച ഒറ്റ സംസാരിക്കാം. ആ പറ. എന്ത് എടാ നിനക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ പൊന്നു ആസിഫെ, നിനക്ക് നിന്റെ കാര്യങ്ങൾ പറയാനില്ല, നിനക്ക് പറയാൻ വിഷയമില്ല. അതാ ഒരു പെണ്ണിനെ നീ മുന്നിൽ ഇങ്ങനെ ഷീൽഡായിട്ട് നിർത്തിക്കുന്നത്, മനസ്സിലായോ? നീ ആ പെണ്ണിന്റെ കാര്യം നേരത്തെ യൂട്യൂബിൽ 1/2 മണിക്കൂർ സംസാരിച്ചപ്പോ നീ ഈ കേസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രോ ഒറ്റ കാര്യം പറയട്ടെ. ബ്രോ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കൊരു ബ്രേക്കപ്പ് കിട്ടിയാൽ നിനക്ക് മനസ്സിലാവും. ഓക്കെ, നിനക്കൊരു ബ്രേക്കപ്പ് കിട്ടുമ്പോൾ മനസ്സിലാവും. അതിന്റെ പെയിന് നിനക്ക് മനസ്സിലാവില്ല. ആ ഒരു ദിവസം നിനക്ക് കിട്ടുവാടാ, നിനക്ക് കിട്ടുവാടാ. കാര്യം പറയാലോ, അത് നിനക്ക് അപ്പം നീ പഠിക്കും. കാര്യം പറയാലോ. ബാക്കി എല്ലാ കാര്യത്തിനും ഓക്കെ, ഈ കാര്യത്തിൽ ഞാൻ വീക്കാടാ. ആ കാര്യം പറയുമ്പോൾ മാത്രമേ ഞാൻ ഡൗൺ ആവും. മറ്റു പെമ്പിള്ളേർ എന്താ ഞാൻ പറഞ്ഞത്? ആ പെണ്ണിനെ കുറിച്ച് എന്ത് മോശമാണ് ഞാൻ പറഞ്ഞത്? എങ്ങനെ? ഒന്നുകൂടി പറ. ഓക്കെ ഞാൻ പറയട്ടെ, അതും ഇതും കാണിച്ചു നടക്കുന്ന പുണ്ടച്ചി മക്കളുണ്ട്, ബിച്ചസ്. അവരെ ഞാൻ റിയാക്ട് ചെയ്ത് മോശം പറയും. അത് എന്റെ ഇഷ്ടം. ബിച്ചസിനെ ഞാൻ റിയാക്ട് ചെയ്യുമ്പോ അങ്ങനെ റിയാക്ട് ചെയ്യും. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരാ എടാ നിന്റെ പെണ്ണിനെ ഞാൻ അങ്ങനെയല്ല റിയാക്ട് ചെയ്തേ. ഞാൻ റെസ്പെക്ട്ഫുൾ ആയിട്ടാ കണ്ടത്. കേട്ടാ മൈരെ? ആ നീ ഇല്ലാത്ത കാര്യം പറയരുത്. എന്ത്? എടാ ഡ്രസ് ഇടുന്നതിന്റെ അല്ല, അതും ഇത് കാണിക്കാൻ പറ്റാത്ത സാധനം വന്നിട്ട് ഒരു കാര്യം പറയട്ടെ എന്റെ പൊന്നു മോനെ, കാണിക്കാൻ പറ്റാത്ത സാധനം ഇവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയ കാണിക്കുമ്പോൾ ഞാൻ കളിയാക്കും, ഞാൻ ട്രോൾ ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള പെമ്പിള്ളേരെ മാത്രമേ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യും. ബാക്കി എല്ലാ പെമ്പിള്ളേരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് എനിക്കറിയാം. ബ്രോ ഐ നോ ഹൗ ടു ട്രീറ്റ് എ വുമൺ. ഓക്കെ, ഐ റെസ്പെക്ട് വുമൺ. ബ്രോ ഷട്ട് ദ ഫക്ക് അപ്പ്. ഇല്ലാത്ത കാര്യം നീ കൊണക്കുന്നത് ശരിയല്ല. നിന്റെ പെണ്ണിനാ, നിന്റെ ഒന്നിച്ചുള്ള പെണ്ണിനെ ഞാൻ എന്ത് മോശ പറഞ്ഞത്? എന്താ ഡിസ്റെസ്പെക്ട് ചെയ്ത? അത് പറ. സ്നേഹ, ഓക്കെ, നിന്റെ സ്നേഹനെ ഞാൻ എന്താ ഡിസ്റെസ്പെക്ട് ചെയ്തത്? ഒരു കാര്യം പറ. ആര്? ഞാൻ ഇപ്പൊ സ്നേഹന്റെ കാര്യം പറയുന്നത്. അത് വിട്, ബിച്ചസിന്റെ കാര്യം വേറെ. നീ ഇത് പറ. ഇവരാരാ? ഫെമിനിസ്റ്റാ? നീ എന്തിനാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത്? ഈ ഫെമിനിസ്റ്റ് ആണ് നീ. എടാ നിനക്ക് അതില്ലാത്തതിന്റെ വിഷമം നല്ലോണം ഉണ്ടല്ലേ? മാസ് വിജയം ഇല്ലാത്ത. എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ പേരിൽ സ്വന്തമായിട്ട് ഒരു ഫാൻ പേജ് തുടങ്ങ്. എന്നിട്ട് നീ എന്നെ ബീജം ഇട്ടിട്ട് കുത്തി കയറിട്ട് സുഖം ഒരുപാടുണ്ട് ബ്രോ. വെറുത്താലോ പടം പോയി. ബ്രോ നല്ല കാര്യം ചെയ്യുന്നതിന് മോശം പറയുന്ന ഇങ്ങനെ പോലത്തെ ഇങ്ങനെയുള്ള ആൾക്കാരില്ല ബ്രോ. എൽ ക്യാരക്ടർ ബ്രോ. പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. നീയൊന്നും ഒരു മൈരും ചെയ്യില്ല, ചെയ്യുന്നവരെ പറയുകയും ചെയ്യും. ഇങ്ങനെ കുറച്ച് ഗുണ്ടകളുണ്ട്, വാണം വിട്ട് നടക്കുന്ന പട്ടികൾ. ഞാൻ കാര്യം പറയല, നിന്റെ ഡെയിലി റൂട്ടീൻ എന്താ? ഞാൻ ഡെയിലി എങ്ങനെ ഒരു എമൗണ്ട് ആർക്കും കൊടുക്കും, മനസ്സിലായോ? ഇന്ന് ഞാൻ എത്ര ആൾക്കാർക്ക് പൈസ കൊടുത്ത് നിങ്ങൾക്ക് അറിയോ? ഞാൻ ഇതൊന്നും ലൈവിൽ കാണിച്ചില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതൊന്നും ഞാൻ പറയാനും പോകുന്നില്ല. നീയില്ലേ, നിന്റെ ഡെയിലി റൂട്ടീൻ എന്താ? തന്നെയും തള്ളി ഉണ്ടാക്കുന്നത് തിന്നുക, തൂറുക, വാണം വിട്ട് കടന്നുറങ്ങുക. ബാക്കിയുള്ള ആള് നല്ലത് ചെയ്യുമ്പോ അതിന് മോശം പറയാ. നീയാണെ ഒരു നല്ലത് ചെയ്യുകയും ചെയ്യില്ല, ബാക്കിയുള്ള നല്ലത് ചെയ്യുമ്പോ അതിന് മോശം പറയാ. എടാ പോയി ചാവടാ കുണ്ണെ. നീ എന്ത് മൈലാണോ പറയുന്നത്? നിന്റെ ഓഡിയൻസാ. എടാ നീ ഇത്ര സമയം ലൈവ് ചെയ്തപ്പോ 1K ആയിരുന്നു വാച്ചിങ്. ഞാൻ നിന്റെ ലൈവില് ജോയിൻ ചെയ്തപ്പോ 21K വാച്ചിങ് ആയി. നിന്റെ ഓഡിയൻസിന് എനക്കെന്തിനാടാ? നീ ആരാ നീ? എടാ പോറാ. എടാ ഇവൻ എന്താടാ പറഞ്ഞത്? ഇവൻ ഡില്യൂഷൻ അല്ലാടാ. What the fuck is he talking about? എന്താ വെച്ചാ അന്ന് നിരോധനം കാണിക്കാൻ പോകാൻ പറ്റിയില്ല. കൊച്ചു ചെറുക്കനെ കൊണ്ട് തോറ്റ് വൈരാ. പറ, തീർത്തിട്ട് പോ. ആ പറ. ആര്? നിന്റെ തന്തന്നെ പറയാ പൂർണിമോനെ. നീ കുണ്ണ, നീ കൊറേ സമയം നീ കൊണക്കുന്ന്. മര്യാദക്ക് തിരിച്ച് മര്യാദക്ക് സംസാരിക്കടാ മൈര.
എടാ മര്യാദക്ക് സംസാരിക്കും, ഇങ്ങോട്ട് മര്യാദക്ക് സംസാരിക്കുന്ന റെസ്പെക്ട് കാണിക്കാ. നീ എന്തിനാ തെറി പറയുന്നേ? ഞാൻ നിന്റെ തന്തയാ, നീ പോയി ചോദിക്ക്, നിന്റെ തന്തയാ. ഞാനാ പോയി ചോദിക്ക്. നീ പൊന്നുകൊണ്ട, നീ കണ്ട എന്റെ പൊന്നിന്റെ കൊണ്ടാന്ന്. വായിലിട്ടപ്പോ പൊന്ന് തടഞ്ഞാ നിന്റെ വായിലിട്ടപ്പോ എനിക്ക് ഗോൾഡ് തടഞ്ഞാ വായില്. അവിടെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയും, ഫസീന്റെ കാര്യം ഇതിലെടുത്ത് ഇടാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമല്ല. എടാ നീ ഇങ്ങോട്ട് വിളിക്കുന്നേറ്റല്ലടാ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് പൊന്നു മോനെ. എന്റെ മൂട് വേണം. നീ എന്തിനാടാ ഓളൊക്കെ ആരും എടുത്തിടുന്നടാ? പെയിനാടാ മുത്തേ. നിനക്ക് ഒരു ദിവസം കിട്ടൂടാ, ഞാൻ ഉറപ്പ് പറയടാ. നിനക്ക് ഒരു ദിവസം നിനക്ക് ബ്രേക്കപ്പ് കിട്ടൂടാ. അല്ലാ ഇവനൊരു ബ്രേക്കപ്പ് കൊടുക്കല്ല, ഇവനൊരു ബ്രേക്കപ്പ് കൊടുക്കും. ഇവനാവുന്ന അനുഭവിപ്പിക്കുക, ആ പെയിന് ഇവനൊന്ന് അനുഭവിക്കണോടാ, എന്നാലും ഇവന് മനസ്സിലാവണം. കാര്യം പറയാലോ. മൂട് വേടാ, മൂട്. എടാ എനിക്ക് സംസാരിക്കാനുള്ളതെല്ലാം ഞാൻ നേരത്തെ യൂട്യൂബ് ലൈവിൽ നിന്നെ കോൾ ചെയ്തപ്പോ ഒരു അരമണിക്കൂർ ഞാൻ നിന്നോട് സംസാരിച്ചു. നിനക്ക് തരാനുള്ളതെല്ലാം ഞാൻ തന്നു കഴിഞ്ഞ്. നിനക്ക് സംസാരിക്കാനില്ല. ഇനി എന്തെങ്കിലും പുതിയ വിഷയം ഉണ്ടെങ്കിൽ പറ. എന്താ skip guys, I'm gonna skip in 2 minutes, okay? ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും നിന്റെ ട്രിക്ക് വർക്കായടാ. നീ എന്റെ ലൈവിൽ കൊളാബ് കിട്ടിയില്ല. നിനക്ക് വേറെ നാടാ വേണ്ട. ഓ ആസിഫ്, ഫാൻ ബോയ് ആസിഫ്. ആ വേറൊരു കാര്യമുണ്ട് ചാറ്റ്. ഇവനോട് എന്ത് മെസ്സേജ് അയച്ചാലും ഇവനെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി ഇടൂടാ. ഞാൻ എന്തോടി അയച്ചാലും അത് റെക്കോർഡ് ചെയ്ത് സ്റ്റോറി ഇടും. എടാ നീ ശരിക്കും ഫാൻ ബോയ് അല്ലടാ, സത്യം പറയടാ. എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ നീ എത്ര സമയമാണ് ഒരാളോട് സംസാരിക്കില്ല? ബോറടിക്കൂലേ? 1.5 മണിക്കൂർ ഞാൻ നിന്നോട് സംസാരിച്ച പോലെ ഫീൽ ചെയ്തു. വീടാ? എടാ നിന്റെ വീടാടാ? നിന്റെ വീട് എവിടെ? ട്രിവാൻഡ്രോ? അല്ല അച്ഛൻ ചോദിച്ചാ വീട് ട്രിവാൻഡ്രത്തെ എവിടെയാന്ന് ചോദിക്കുന്നോ? പറയടാ. നീ എന്തിനാ എന്നെ പേടിക്കുന്നത്? ഞാൻ ഒന്നും ചെയ്യൂല, പേടിക്കണ്ട. പറ. എടാ സ്ഥലം പറഞ്ഞോ, പേടിക്കണ്ട, പറഞ്ഞോ. CBSE വേഴ്സസ് സ്റ്റേറ്റ് കാര്യം. എടാ നീ എന്താ തെറി വിളിച്ചോണ്ടിരിക്കുന്നത്? വിട്. എടാ നമുക്ക് നല്ല ടേംസിൽ പോവാ. ആസിഫ എടാ കഴിഞ്ഞാലും കഴിഞ്ഞ്. ഓക്കെ നീ ആദ്യം എന്റെ തന്തക്ക് വിളിച്ച് പൊന്നു മൈര്. നീ ആദ്യം എന്റെ തന്തക്ക് വിളിച്ച്. ഈ ഇൻസ്റ്റാ ലൈവ് അല്ല, നമ്മൾ അതിന് മുന്നേ യൂട്യൂബിൽ കോൾ ചെയ്ത് ഓർമ്മണ്ടാ? നീ എന്റെ തന്തക്ക് വിളിച്ച്. ഓക്കെ അപ്പൊ ഒന്നും ഞാൻ തെറി വിളിച്ചില്ല.
നീയാണ് ഇപ്പം എന്റെ ലൈവിൽ വന്ന് തെറി വിളിച്ചേ. ഓക്കെ അതിനെന്തിന് തന്തക്ക് വിളിക്കണം, അതിനെന്തിന് തെറി വിളിക്കണം ബ്രോ? ബ്രോ എടാ കാര്യം പറയണം, അല്ല എന്നെ വിളിക്കണം. നീ അതിന് തന്തക്ക് വിളിക്കുന്നത്? നീ ആര്? എൽ ക്യാരക്ടർ ബ്രോ. ഞാൻ റെസ്പെക്റ്റിൽ സംസാരിക്കുമ്പോ തിരിച്ച് റെസ്പെക്റ്റിൽ സംസാരിക്കാൻ ഇവനെ അറിയില്ല. എൽ ക്യാരക്ടർ. നേരത്തെ ഞാൻ നല്ല റെസ്പെക്റ്റിൽ സംസാരിച്ച പൊന്നു മോനെ നീ പോയിട്ട് ആ ലൈവ് എടുത്ത് കണ്ടോക്ക്. നീ റോങ് ആയപ്പോ ഞാൻ തിരിച്ച് റോങ് ആകാൻ തുടങ്ങിയ. മുത്ത അതെല്ലാം വിട് നമുക്ക് നല്ലതിൽ പോവാം. ഓക്കെ ഞാൻ നിന്നെ കൊണ്ടുവരുന്നത് സംശയിച്ചതിൽ സോറി. ഓക്കെ LGBT നിന്റെ മൊത്തം കമ്മ്യൂണിറ്റി LGBT കമ്മ്യൂണിറ്റിനോട് ഞാൻ സോറി പറയുന്നു. ഓക്കെ എടാ ഞാൻ പറയട്ടെ. ഓക്കെ എല്ലാം വിട്. ഓക്കെ ഞാൻ പറഞ്ഞതിന് സോറി. ഓക്കെ നിന്റെ മറ്റേ പെണ്ണിനോട് ഞാൻ പേഴ്സണലി സോറി പറഞ്ഞു. അവളെ എനിക്ക് അറിയില്ലായിരുന്നു നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. ഗേൾ ഫ്രണ്ട് അല്ലാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ അവളോട് ഞാൻ സോറി പറഞ്ഞു. നിന്നോട് സോറി, ഞാൻ പറഞ്ഞതിന് സോറി. ഓക്കെ അപ്പൊ ഒന്നും മനസ്സിലാക്കണ്ട. പിന്നെ ഇവിടെ വരുന്നുണ്ട് ലൈവിലേക്ക് വന്നോ, ഞാൻ ഒരു പപ്സും ഫ്രൂട്ടിയും മേടിച്ചു തരാം. ഓക്കെ അപ്പൊ ഓക്കെ ബൈ, ഗുഡ് നൈറ്റ് ബ്രദർ, ലവ് യു. See you brother, bye.